നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. ടുഡേയ്സ് ന്യൂസ് റൗണ്ടപ്പ്. പാലക്കാട് വീണ്ടും നിപ്പ സ്ഥിരീകരണം. 38 വയസ്സുകാരിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. മണ്ണാർക്കാട് പെരിന്തൽമണ്ണ 3 കിലോമീറ്റർ പരിധിയിൽ 3 സ്കൂളുകൾക്ക് താൽക്കാലികമായി അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ മഴ മുന്നറിയിപ്പ്. ഇന്ന് 4 ജില്ലകളിലും നാളെ 8 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചക്രവാത ചുഴിയും ന്യൂനമർദ്ദപാതയും മണ്ണൊഴുക്കും സാധ്യതകളുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിട പരിശോധന തുടരുന്നു. തകർന്ന നിരുപയോഗ കെട്ടിടം പൊളിയുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്നത് സ്വാതന്ത്ര്യ പഠനം നടത്താൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് പ്രവർത്തിക്കുന്നത് ക്ലാരിറ്റി ഇല്ലാതെയാണെന്ന് ആരോപണം. ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾക്ക് വിലക്ക്. തിരുവനന്തപുരത്ത് ചില ജനറിക് അലോപ്പതി മരുന്നുകൾക്ക് ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടതോടെ വിതരണവും വിൽപ്പനയ്ക്കും വിലക്ക്. +1 സപ്ലിമെന്ററി റിസൾട്ടുകൾ. 53,789 അപേക്ഷകളിൽ 35,947 വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനം ലഭിച്ചു. മെറിറ്റ് സീറ്റിൽ 22,114 ഒഴിവുകൾ ഇനിയുമുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗ് താരലേലം. ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടത്താനിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗ് താരലേലത്തിൽ സഞ്ജു സാംസന്റെ ലിസ്റ്റിനെ ഉൾപ്പെടുത്തിയതിൽ ആരാധകർക്ക് ആവേശം. RBI റിവേഴ്സ് റിപ്പോ ഓപ്ഷൻ നടത്തുന്നു. ഇന്ത്യൻ റിസർവ് ബാങ്ക് 1 ലക്ഷം കോടി മൂല്യമുള്ള 7 ദിവസത്തെ റിവേഴ്സ് റിപ്പോ ഓപ്ഷൻ ജൂലൈ 4 നടത്തി. അതേസമയം ബാങ്കിംഗ് ലിക്വിഡിറ്റി ഇപ്പോൾ 3.75 ലക്ഷം കോടി പരിവേഷത്തിലാണുള്ളത്. CUET UG 2025 ഫലം പ്രഖ്യാപിച്ചു. 13.5 ലക്ഷം വിദ്യാർത്ഥികളുടെ സ്കോർ കാർഡും ലെവലും മൾട്ടി മലയാളം, ഇംഗ്ലീഷ്, കെമിസ്ട്രി മുതലാകിയ വിവിധ വിഷയങ്ങളിൽ 100% നേടിയവരുണ്ടെന്ന് വാർത്തകൾ. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് ശുഭ്മാൻ ഗിൽ. ഇന്ത്യയുടെ പുതിയ പ്ലേയിങ് 11-ൽ നിന്ന് ബുംറയെ ഒഴിവാക്കി. 3ാമത്തെ സ്പിന്നറെ കൂടെ ഒഴിവാക്കിയത് വിവാദത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർജന്റീനയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രിനിഡാഡ് ടൊബാഗോ സന്ദർശനത്തിന് ശേഷമാണ് അർജന്റീനയടക്കം 5 ദേശങ്ങൾ സന്ദർശിക്കാൻ പോകുന്നത്. പരസ്പര സാമ്പത്തിക സാമൂഹിക സഖ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം 1.5% കുറഞ്ഞ് $85.39 അവസാനിച്ചു. അമേരിക്കൻ ഇന്ത്യൻ കച്ചവട ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ. ഡോളർ ആവശ്യം കൂടിയതും ഫോറക്സ് ഡെലിവറി നിലനിൽക്കുന്നതുമാണ് ഇതിന് കാരണം. ട്രേഡ് ഡീൽ USA ഇന്ത്യ. US-നൊപ്പം ചെറിയ ട്രേഡ് ഉടമ്പടി ജൂലൈ 4 ഒപ്പിടാൻ സാധ്യത. ഇറാൻ അന്തർദേശീയ ഇമാം ഖൊമൈനി അന്താരാഷ്ട്ര വിമാനത്താവളം വീണ്ടും 20 ദിവസത്തെ തടസ്സത്തിന് ശേഷം പ്രവർത്തനം ആരംഭിച്ചു. ഗസ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ. ഹമാസ് US പിന്തുണയുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ പദ്ധതി എടുക്കുന്നതിന് തീരുമാനം വൈകുന്നു. ഇസ്രായേൽ ക്യാമ്പുകളിൽ ശക്തമായ ആക്രമണങ്ങൾ തുടരുന്നു. 73 മരണം. ഗ്ലോബൽ മാർക്കറ്റുകൾ ട്രംപ് ടാരിഫ് ഭീഷണി. 7 മുതൽ 70% വരെയുള്ള സാധ്യതയുള്ള പുതിയ US ടാരിഫ് തീരുമാനത്തിലൂടെ ലോക നിക്ഷേപങ്ങൾ താഴേക്ക്. ഞൊടിയിടയിൽ ചൈന, സൗത്ത് കൊറിയ, യൂറോപ്പ് വിപണികൾക്ക് നഷ്ടം. US സ്റ്റോക്ക് മാർക്കറ്റുകൾ ഉയർന്നു. ജപ്പാൻ സ്വാതന്ത്ര്യദിന വിരുദ്ധ പ്രകടനങ്ങൾ. ഫ്രീ അമേരിക്ക വീക്കെൻഡ്. 50 ജില്ലാ പ്രതിഷേധങ്ങൾ. അമേരിക്ക, ജർമ്മനി, കാനഡയിൽ നോ കിങ്സ് 2.0 എന്ന പേരിൽ പ്രകടനം നടത്തി. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.